ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള ഒരു ഇഫ്താർ പ്രിപ്പറേഷൻ ഒരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ റമളാൻ 3 നോമ്പ് കഴിഞ്ഞ് 4ാമത്തെ നോമ്പായില്ലേ. അപ്പോൾ ഞാൻ ഈ 3 നോമ്പിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് ഡേ, ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ളൊരു ഹാഫ് ഡേ ആണ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചായക്ക് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജ്യൂസായിട്ട് കുറച്ച് പേര് ഷമാം ജ്യൂസ് കുടിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വത്തക്ക ജ്യൂസ് മേടിച്ചിരുന്നു. കുറച്ച് പേർക്ക് ഷമാം ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത്രയും വീഡിയോസിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ അത്രയും പെർഫെക്റ്റായിട്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അതിനുകൊണ്ടാണ് ഞാനിങ്ങനെ പകുതിയൊക്കെ വോയിസ് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതാ നോമ്പറന്നതിന് ശേഷം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അയൽവാസിൽ കുറച്ച് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുന്ന് അത് കുറച്ച് പീസാക്കിയിട്ട് ഇങ്ങനെ ഉപ്പും പഞ്ചസാരയും വിനീഗറും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നോർമലായിട്ട് ഉപ്പും വിനീഗറും കൂടി ആക്കുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറും കുറച്ച് മുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു 6:30 വാങ്ങ് കൊടുക്കാവുന്ന ടൈമിന് മുന്നെയാണ് കുറച്ചൊക്കെ പൊരിക്കടികൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് ചൂടോടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഈത്തപ്പഴം പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് അതും ഉണ്ടാക്കി, പിന്നെ കുറച്ച് കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
ടേബിളെല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് നോമ്പ് ഇതാ 2 ആയി 3 ആയി എന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്നാണ് നോമ്പ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.